BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് നിമിഷനേരം കൊണ്ട് നഷ്ടമായത് 7000 ഫോളോവേഴ്സിനെ. BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപുണ്ടായിരുന്ന ഫോളോവേഴ്സിനേക്കാൾ 7000 പേരാണ് കുറവ് വന്നത്. BJP പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് തിരിച്ചടിയായത്. ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത. കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തി. കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വമെടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ BJP സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ BJP പ്രവർത്തകർ വിമർശിച്ചിരുന്നു. തുടർന്നാണ് ഇതുമാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയത്. എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് BJP പ്രവർത്തകർ. K. സുധാകരൻ KPCC അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിലൊന്ന്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കീരിക്കാടൻ ജോസാണെന്ന് കരുതി KPCC പ്രസിഡന്റാക്കിയത് കീലേരി അച്ചുവിനെ എന്ന അന്നത്തെ കുറിപ്പാണ് സുധാകരനൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിക്കുന്നത്. KPCC യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് വാര്യരുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലാണ്. ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാ പോടാ വിളിയെ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ മീമുകൾ. BJP സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന സന്ദീപ് വാര്യർ ശനിയാഴ്ച രാവിലെയാണ് കോൺഗ്രസിൽ ചേർന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷി, പ്രതിപക്ഷ നേതാവ് VT സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്ന് സന്ദീപിനെ സ്വാഗതം ചെയ്തു. വൻ സ്വീകരണമാണ് പാലക്കാട്ട് സന്ദീപിന് കോൺഗ്രസ് നേതാക്കൾ ഒരുക്കിയത്. പണം ഞങ്ങൾ തരും. സന്ദീപ് വാര്യർക്ക് പഴയ ഓർമ്മയിൽ ഷാഗയ്ക്ക് കാവൽ നിൽക്കണമെന്ന് തോന്നിയാൽ കൂട്ടിന് KPCC പ്രസിഡന്റ് ഉണ്ടാകുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പരിഹാസം. കോട്ടയത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസ്. ഒരു മനുഷ്യൻ രാഷ്ട്രീയ പാർട്ടി വിടുന്നു. സന്ദീപിനെ BJP ഉപേക്ഷിച്ചതാണോ? അദ്ദേഹം BJPയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ? അദ്ദേഹം മതവർഗീയതയെ ഉപേക്ഷിച്ചാൽ സന്തോഷമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. പഴയ ഓർമ്മയിലാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് പറ്റിയ സ്ഥലമാണെന്നും RSS ശാഖയ്ക്ക് കാവൽ നിൽക്കണമെന്ന് തോന്നിയാൽ KPCC പ്രസിഡന്റ് ഉണ്ടെന്നും മുഹമ്മദ് റിയാസും പരിഹസിച്ചു പറഞ്ഞിരുന്നു. RSS നേതാക്കളെ പൂവിട്ട് പൂജിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ടെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുന്ന കാലമാണ്. ആ സമയത്ത് ഒരാൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ കാര്യം മനസ്സിലാകും. BJP വിടുന്നത് നല്ല കാര്യമാണെന്നും പക്ഷേ പോയ ഇടം നല്ലതല്ലെന്നും മന്ത്രി വ്യക്തമാക്കി.